അപ്പോൾ രണ്ടാമത്തെ ശ്ലോകം എന്താണെന്ന് നോക്കാം. ഇവിടെ സഞ്ജയൻ പറഞ്ഞിരിക്കുന്നത് ദൃഷ്ട്വാതു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തത ആചാര്യമുപസംഗമ്യ രാജാ വചനം അബ്രവി. ഇവിടെ യുദ്ധഭൂമിയിൽ ഒരു അധികാരഭാവത്തോടെ രാജഭാവത്തോടെ ദ്രോണാചാര്യരെ ദുര്യോധനൻ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തുടങ്ങുകയാണ്. അതായത് തൻ്റെ ഗുരുവിനെ അങ്ങോട്ട് പഠിപ്പിക്കാൻ തുടങ്ങുകയാണ് ദുര്യോധനൻ. ഇവിടെ വ്യാസഗുരുവിൻ്റെ ഒരു നർമ്മം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ദ്രോണാചാര്യർക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നു? ഒറ്റത്തരവേ ഉള്ളൂ. തിന്മയെ വിദ്യ അഭ്യസിപ്പിച്ച ഒരു ഗുരു, അദ്ദേഹത്തിന് പിന്നീട് ആ തിന്മയുടെ ശാസന കേൾക്കേണ്ടി വരും, അവരുടെ ഉത്തരവുകൾ അനുസരിക്കേണ്ടി വരും. ആ ഒരവസ്ഥയിൽ ഇപ്പോൾ ദ്രോണാചാര്യരെത്തി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും നമ്മൾ പറയും പാത്രം അറിഞ്ഞ് ഭിക്ഷ കൊടുക്കാവൂ എന്ന് പറയും. അല്ലെങ്കിൽ യോഗ്യനായ അർഹനായ ശിഷ്യന് മാത്രമേ ചില ഉപദേശങ്ങൾ, ചില അറിവുകൾ അല്ലെങ്കിൽ ചില വിദ്യകൾ നമ്മൾ പകർന്നു കൊടുക്കാൻ പാടുള്ളൂ. കാരണം നാളെ ആ അറിവ് എത്ര നല്ലതായാലും അതിനെ നന്മയുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ പകരം ദുരുപയോഗം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അത് നാടിന് തന്നെ, രാജ്യത്തിന് തന്നെ ഭീഷണിയാവുന്ന ഒരവസ്ഥയിലാവും. അതൊഴിവാക്കാനാണ് മുൻപ് പറഞ്ഞ പോലെ തിന്മയെ വിദ്യ അഭ്യസിപ്പിച്ച ആചാര്യനാണ് ദ്രോണാചാര്യൻ. ഇവിടെ തിന്മ എന്ന് ഉദ്ദേശിക്കുന്നത് ദുര്യോധനെയാണ്. എന്തുകൊണ്ടാണ്? തിന്മ മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അവിടെ ആ ശിഷ്യന്റെ ശാസന കേൾക്കേണ്ടി വരികയാണ്. യുദ്ധക്കളത്തിൽ വെച്ചിട്ട് അല്ലെങ്കിൽ യുദ്ധഭൂമിയിൽ വെച്ചിട്ട് തൻ്റെ ആചാര്യനെ അങ്ങോട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയാണ് ദുര്യോധനൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന്, സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ശരിക്കും ഏതൊരു മൂലകവും അത് എക്സൈറ്റഡ് ആവുന്ന ഒരു അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ പ്രകമ്പിതമാവാന്നൊക്കെ പറയും. അങ്ങനെ എക്സൈറ്റഡ് ആകുന്ന അവസ്ഥയിൽ അതിന്റെ വേവ് ലെങ്ത്, അത് അതിന്റെ യഥാർത്ഥ ആ ഒരു തരംഗങ്ങൾ ഉണ്ടല്ലോ, യഥാർത്ഥത്തിലുള്ള ഭാവം പുറത്തോട്ട് വരും. നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തീ നമ്മൾ കത്തിച്ചു തുടങ്ങുമ്പോൾ വളരെ ലൈറ്റായിട്ടുള്ള ഒരു ചൂടേ ഉണ്ടാവുള്ളൂ, നമുക്ക് വലിയ കുഴപ്പം തോന്നില്ല. തീ അങ്ങോട്ട് ആഴി പടർന്ന് വലിയൊരു തീക്കുണ്ഡമായിട്ട് മാറിയാൽ എത്രയോ അകലെ നിന്നാൽ പോലും നമ്മൾക്കത് സഹിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതായത് തിന്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ, കുറച്ചുകൂടി മാറ്റി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുന്നത് അയാൾ വല്ലാതെ എക്സൈറ്റഡ് ആവുന്ന ഒരവസ്ഥയിലാണ്. അല്ലെങ്കിൽ ഏറ്റവും ദേഷ്യം വന്ന അവസ്ഥയിൽ നമ്മൾ തന്നെ പറയും തനി സ്വരൂപം ഇപ്പൊ കാണാം. ഇവിടെയും അതാണ് സംഭവിച്ചത്. യുദ്ധക്കളത്തിൽ വെച്ചിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഒരു യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ആ രാജഭാവം, അധികാരഭാവമൊക്കെ വന്നു. തന്റെ ഗുരു ആണെന്നുള്ള വിവരമൊക്കെ ദുര്യോധനൻ മറന്നു. ഗുരുവിനെ, ആചാര്യനെ അങ്ങോട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയാണ്. എന്തിന്? ഭീഷ്മ പിതാമഹനെ പോലും അങ്ങോട്ട് ഉത്തരവിട്ട് പഠിപ്പിക്കുകയാണ്. ഭീഷ്മ പിതാമഹനാണ്, അതായത് ഒരുപാട് തലമുറകളുടെ പിതാവായിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ താൻ ചെയ്ത പാപകർമ്മങ്ങളുടെ അല്ലെങ്കിൽ ദോഷത്തിന്റെ ഫലം, നേരത്തെ വീണ്ടും പറഞ്ഞതുപോലെ പറയാണ്, ഈ തിന്മയെ വിദ്യ അഭ്യസിപ്പിച്ചതിന്റെ ഫലം മുഴുവൻ അവർ അനുഭവിക്കാൻ തുടങ്ങുകയാണ്. ഭീഷ്മ പിതാമഹൻ ശരശൈലി കിടക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിയത് വഴിയെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എപ്പോഴും ഈ തിന്മയെ വിദ്യ അഭ്യസിപ്പിക്കുന്ന ഒരു ഗുരുവിന് കുറേ നാൾ കഴിയുമ്പോൾ ആ തിന്മയുടെ ശാസന അല്ലെങ്കിൽ അവരുടെ ഭരണത്തിലൊക്കെ ജീവിക്കേണ്ട അവസ്ഥ വരും. ഗുരുവിനെ മറന്ന് അവർ പ്രവർത്തിക്കും. അതാണ് ഇവിടെ ദുര്യോധനൻ തുടങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ താൻ ചെയ്യുന്ന കർമ്മങ്ങൾ, നേരത്തെ പറഞ്ഞു, അവരെ തിന്മയെ വിദ്യ അഭ്യസിപ്പിച്ചതിൻ്റെ ഒരു കുഴപ്പമാണ് ഇനി അവരനുഭവിക്കാൻ പോകുന്നത്, ദ്രോണാചാര്യരും ഭീഷ്മ പിതാമഹരും. ഇവിടെ ഒരിക്കലും യുദ്ധത്തിൻ്റെത് ഒരിക്കലും നല്ല ഒരു കാഹളമായിരിക്കില്ല. എപ്പോഴും തിന്മയാണ് യുദ്ധത്തിന് മുന്നൊരുക്കം കൂട്ടുന്നത്, അല്ലെ? നന്മയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും വേറൊരാളുമായിട്ട് വഴക്കിടാൻ തോന്നില്ല. തിന്മയാണെങ്കിലോ എനിക്ക് അവനെ തോൽപ്പിക്കണം, അല്ലെങ്കിൽ അവൻ്റേത് മുഴുവൻ എനിക്ക് പിടിച്ചു വാങ്ങണം. അപ്പൊ ഏത് യുദ്ധഭൂമിയിലും നമ്മൾ ആദ്യം കേൾക്കുന്ന ശബ്ദം, ആദ്യം കേൾക്കുന്ന പ്രകമ്പനം, അത് തിന്മയുടേതാണ്. നന്ദി, നമസ്തേ. എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വിശ്വാശംസകൾ.